Hey everyone, welcome back to another vlog. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു എയർ ബലൂൺ ഫെസ്റ്റിവൽ കാണാൻ പോകുവാണ്. ഇവിടെ നിന്നൊരു 3 hours ഡ്രൈവ് ഉണ്ട് അവിടെ വരെ പോകാൻ. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഇപ്പോൾ 8 മണിയായി, നമ്മൾ നേരത്തെ ഇറങ്ങി. എയർ ബലൂൺ ഫെസ്റ്റ് ഈവനിങ് ആണ് 5 മണിക്ക്. പക്ഷെ നമ്മൾ രാവിലെ കുറച്ച് അവിടെ ആ ഒരു ഏരിയയിൽ കുറേ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ കോസ്കോയിൽ ഗ്യാസ് അടിക്കാനായിട്ട് വന്നതാണ്. ഇനി ഇവിടെ നിന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ പോകും. ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ട് ഒരു 3 hours ഡ്രൈവ് ഉണ്ട്, അങ്ങോട്ട് പോകും. ഹായ്, ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കുന്നത്. ഞങ്ങൾ യൂഷ്വലി എവിടെ ട്രിപ്പ് പോവുകയാണെങ്കിലും മെക്ഡൊണാൾഡ്സ് മെക്ഡി അല്ലെങ്കിൽ ചിക്ഫില ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും ആണ് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാറ്. ഇതാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത്. സ്പൈസി ബിസ്ക്കറ്റ്, ഒരു ചിക്കൻ ബിസ്ക്കറ്റ്, ഇതാണ് കേട്ടോ ഞങ്ങൾ ചിക്കനിൽ നിന്ന് മേടിച്ച ഫുഡ്. ഇത് സ്പൈസി ചിക്കൻ ബിസ്ക്കറ്റാണ്. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഞങ്ങൾ എടുത്തതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. റാഞ്ചും തരൂ. റാഞ്ചിൽ കുറച്ചിട്ട് ചെയ്തിട്ട് ഇതൊക്കെ എത്ര കഴിച്ചാലും നാട്ടിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് അടുത്ത് വരില്ലാട്ടോ. ഇത് ഹാഷ് ബ്രൗൺസ് ആണ്. ഇതും കൂടെ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചായിരുന്നു. ഇതാണ് കേട്ടോ ഓൺ ദ വേ ഉള്ള വ്യൂ. ലെഫ്റ്റ് സൈഡ് നോക്കിയാലും റൈറ്റ് സൈഡ് നോക്കിയാലും ഈ ഒരു വ്യൂ മാത്രമേ ഉള്ളൂ. ഫുൾ ഐസൊലേറ്റഡ് ഏരിയയാണ്. ഈ ഒരു ഏരിയയിൽ എങ്ങനെയെന്ന് വെച്ചാൽ എവരി 1 മൈൽ 2 മൈൽ ഇങ്ങനെ ഒരു ഫാം ഉണ്ടാവും. പിന്നെ അവിടെ ആ ഫാമിൻ്റെ ഓണറിൻ്റെ ഒരു വീടുണ്ടാവും. പിന്നെ അയാളുടെ ഇതുപോലെ ഒരു ഫാക്ടറി ഉണ്ടാവും. ആ ഫാക്ടറിയിൽ വെച്ചിട്ടായിരിക്കും ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് വർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ആ ഫാക്ടറിയിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. കുറേ ദൂരം ഞങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു മിനി ടൗൺ കണ്ടു കേട്ടോ. മിനി ടൗൺ മീൻസ് ഒരു ഹാർഡ്ലി ഒരു 10 to 15 ഹൗസസ് ഈ രണ്ട് സൈഡിലുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇവിടെ ആളുകളൊക്കെ എന്ത് സേഫ്റ്റിയാണ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയ കേട്ടോ. ഇതാണ് ചെസ്റ്റ്നട്ട് മൗണ്ടൻ റിസോർട്ട്. ഞങ്ങൾ വന്നപ്പം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും തിരക്കുണ്ടാവുമെന്ന്. ഞങ്ങൾ വീക്കെൻഡാണ് വന്നത്. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ പാർക്കിംഗ് ലോട്ടൊക്കെ ഫുള്ളായിരുന്നു. എല്ലാം ഉണ്ട്. ബോട്ട് ടിക്കറ്റും ഉണ്ട്, ആൽപൈൻ കോസ്റ്റർ ഉണ്ട്, പിന്നെ ഏതോ ഈഗിൾ റൈഡ് കണ്ട, സോറിങ് ഈഗിൾ സിപ്പ് ലൈൻ. അത് കേറാം. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതല്ല, ഇതോ അവിടെ വരെ ഇല്ല. കണ്ടത്തരം പറയല്ലേ, അതല്ലെന്ന്. ഞങ്ങൾ ഫസ്റ്റ് പോകാൻ പോകുന്ന റൈഡ് ആൽപൈൻ കോസ്റ്റർ എന്നൊരു റൈഡാണ് കേട്ടോ. അതിനു വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അറൗണ്ട് ഒരു 40 to 45 minutes ക്യൂ നിന്നിട്ടാട്ടോ ഞങ്ങൾക്ക് ഫൈനലി റൈഡിൽ കയറാൻ പറ്റിയത്. ഇതൊരു 2015 ഫുഡ് ട്രാക്ക് ആൽപൈൻ കോസ്റ്ററാണ് കേട്ടോ. ഒരു 1 to 2 to 5 minutes അത്രയും ഡിസ്റ്റൻസിൻ്റെ അത്രയും ടൈമിൻ്റെ അകത്ത് കവർ ചെയ്യാൻ പറ്റും. റൈഡറാണ് എന്താ പറയുക കൺട്രോൾ ചെയ്യേണ്ടത് സ്പീഡ്. അപ്പം ഇപ്പോൾ ഇഫ് യു വാണ്ട് ടു ഗോ ഫാസ്റ്റ് ഞങ്ങൾക്ക് സ്പീഡിൽ പോകാം, അല്ലെങ്കിൽ പതുക്കെ പോകാം. ഞാൻ പതുക്കെയാണ് കേട്ടോ പോയത്. ബിക്കോസ് വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് പിന്നെ വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് പതുക്കെയാണ് ഞാൻ റൈഡ് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.
ഇത് നല്ലൊരു വെക്കേഷൻ സ്പോട്ടാണ് കേട്ടോ. സമ്മർ ടൈമിൽ കുട്ടികളെ കൊണ്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി പെർഫെക്റ്റ് സ്പോട്ടാണ്. ബിക്കോസ് ഇവർക്ക് തന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ അകത്ത് തന്നെ അറൗണ്ട് 4 to 5 റൈഡ്സ് ഉണ്ട്. ബിക്കോസ് ഡൗൺ ദ ഹിൽ വന്ന ശേഷം പിന്നെ ഞങ്ങൾക്ക് ഈ ചെയർ ലിഫ്റ്റ് എടുക്കണം. ചെയർ ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് മേളിൽ പോകേണ്ടത് തിരിച്ച്. അപ്പം ഈ ചെയർ ലിഫ്റ്റ് ഫ്രീ ആണ് കേട്ടോ. ഇതിന് കാശൊന്നും കൊടുക്കണ്ട. ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്നാണോ വന്നത് ആ ഒരു ലൊക്കേഷനിലോട്ട് തിരിച്ചു പോകാൻ പറ്റും. അതും നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ചെയർ ലിഫ്റ്റ് ഇരുന്ന് ഈ താഴെ ആൽപൈൻ കോസ്റ്റർ ചെയ്യുന്നവരെയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ വെതർ നല്ലതായിരുന്നു കേട്ടോ. ഒരുപാട് ചൂടുമല്ല, ഒരുപാട് തണുപ്പുമല്ല, അങ്ങനെ ഒരു വെതറായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ ചെസ്നട്ട് മൗണ്ടൻ റിസോർട്ടിൽ വിൻ്റർ ടൈമിലൊക്കെ സ്കീയിങ് ഉണ്ട് കേട്ടോ. നല്ല ഹെവി സ്നോ ഉള്ള ടൈമിൽ ഇവർക്ക് ഇവിടെ സ്കീയിങ്ങിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയയിലാണെന്ന് തോന്നുന്നു സ്കീയിങ് നടക്കുന്നത് വിൻ്റർ ടൈമിൽ. ബിക്കോസ് ഇതൊരു ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. അവർ നല്ല ക്ലീൻ ചെയ്ത് നല്ല എന്താ പറയുക, ഭയങ്കരമായിട്ട് ലോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാണാനൊക്കെ തന്നെ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിൻ്റർ ടൈമിൽ സ്കീയിങ്ങിന് വരുന്നോന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, കൺഫേം ചെയ്തിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ പോയ അടുത്ത റൈഡ് ഇതാണ് ഈഗിൾ റൈഡ് കേട്ടോ. ഇത് ഇച്ചിരി ഹൈറ്റിൽ പോകുന്ന ഒരു റൈഡാണ്. ഫസ്റ്റ് മോനെയും കൊണ്ട് കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവന് പേടിയായതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ഞാനും എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരുമാണ് സ്കീയിങ്ങിന് കയറിയത്. ഇതും അടിപൊളി റൈഡായിരുന്നു കേട്ടോ. ഭയങ്കര അവർ നല്ല പുറകിലോട്ട് നല്ല ഹൈറ്റിൽ പോയി അങ്ങ് ടോപ്പിൽ നിന്നിട്ട് ഭയങ്കര സ്പീഡല്ല, ഒരു നോർമൽ സ്പീഡിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരും. അങ്ങനെ ഒരു റൈഡായിരുന്നു. എല്ലാം റീസണബിൾ റേറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു റൈഡിനായാലും അറൗണ്ട് $13 to $14 ഉണ്ടായിരുന്നുള്ളൂ. ആൽപൈൻ കോസ്റ്റർ ഓൾസോ $14 ഉണ്ടായിരുന്നുള്ളൂ. ചെയർ ലിഫ്റ്റ് ഇപ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് പിന്നെയും ചെയ്യണമെങ്കിൽ അതിനും ഒരു $14, എല്ലാം ഒരു $15 അകത്തേ വരുന്നുള്ളൂ കേട്ടോ റേറ്റൊക്കെ. ഞങ്ങൾ ഇതിന് മുന്നേ ആൽപൈൻ കോസ്റ്റർ വേറെ സ്മോക്കി മൗണ്ടൻ എന്ന് പറയുന്ന ലൊക്കേഷനിൽ പോയപ്പോൾ ചെയ്തായിരുന്നു. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മിനിമം $40 ആണ് കേട്ടോ ആൽപൈൻ കോസ്റ്റർ. അത് ഇച്ചിരി ഒരു ഹൈ എൻഡ് ആൽപൈൻ കോസ്റ്ററാണ്. അവരിങ്ങനെ ഇലക്ട്രിസിറ്റി വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആൽപൈൻ കോസ്റ്ററാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇത്രയും റേറ്റ്. ഇവിടുത്തെ ആൽപൈൻ കോസ്റ്റർ റൈഡേഴ്സ് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഒരു ഒരു ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്താൽ ബ്രേക്ക് പിടിക്കും, പുറകിലോട്ട് മൂവ് ചെയ്താൽ ബ്രേക്ക് പിടിക്കും, ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ആക്സിലേറ്റർ പോലെ ഈ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെയൊരു ഐറ്റം ആയിരുന്നു. ഇനി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കണ്ടോ, ഇങ്ങനെ ടോപ്പിൽ പോവും, പതുക്കെയാണ് പോകുന്നത്, ഒരുപാട് സ്പീഡൊന്നുമല്ല. പക്ഷെ ടോപ്പിൽ പോയി അങ്ങ് നിൽക്കുമ്പോൾ ഒന്ന് ഇച്ചിരി പേടിക്കുക കേട്ടോ. എന്നിട്ട് പതുക്കെ അവരിങ്ങനെ മൂവ് ചെയ്ത് ഒരു 5 സെക്കൻഡൊക്കെ ടോപ്പിലിങ്ങനെ നിൽക്കും. എന്നിട്ട് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരും. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അടുത്ത് ഞങ്ങൾ പോയത് പിള്ളേരുടെ ഫേവറേറ്റ് ഏരിയ ആയ മിനി ഗോൾഫിലോട്ടാണ് കേട്ടോ. മിനി ഗോൾഫും പെർ പേഴ്സൺ $5 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചു കേട്ടോ. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങളും പിന്നെ എൻ്റെ കസിൻ്റെ ഫാമിലി, അങ്ങനെയാണ് കേട്ടോ ഇവിടെ വന്നത്. അപ്പോൾ 2 ഫാമിലി ആയിട്ട് കളിക്കുമ്പം തമ്മിലൊരു ചെറിയൊരു മിനി കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. ഓവറോൾ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചെസ്നട്ട് മൗണ്ടൻ.
ചെസ്നട്ട് മൗണ്ടനിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ ഗലീന ഡൗൺ ടൗണിലോട്ടാണ് കേട്ടോ. അവിടെ കുറച്ച് നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടായിരുന്നു ഗൂഗിളിൽ. റിവ്യൂസ് നോക്കിയപ്പോൾ കുറച്ച് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഡൗൺ ടൗണിൽ വന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒരു മെഡിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഈ ഡൗൺ ടൗണിൽ കണ്ടു കേട്ടോ. അപ്പോൾ അത് തപ്പിയോളം നടപ്പാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരുപാട് നല്ല നല്ല ഷോപ്സ് കണ്ടു കേട്ടോ. ഡ്രസ്സസിനായാലും ഈവൻ എന്താ പറയുക ചോക്ലേറ്റ്സിനായാലും ഐസ്ക്രീംസിനായാലും ഒരുപാട് പോപ്കോൺസ്, അങ്ങനെ ഓൺ ദ വേ ഒരുപാട് ഷോപ്സ് ഞങ്ങൾ കണ്ടു. ഈ ഡൗൺ ടൗൺ ഗലീനെ കാണാൻ നല്ലൊരു ലുക്കായിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് ലുക്കാണ്. ബിക്കോസ് എല്ലാം ബ്രിക്സ് വെച്ചിട്ടുള്ള ബിൽഡിങ്സ് ആണ്. മോസ്റ്റ്ലി എല്ലാ ബിൽഡിങ്സും 3 സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ്. അത്രയും വലിയ ഹൈറ്റുള്ള സ്കൈ സ്ക്രേപ്പർ എന്നല്ല, എന്നാലും നല്ല ഹൈറ്റുള്ള മോർ ദാൻ 3 സ്റ്റോറീഡ് ബിൽഡിംഗ് ഒന്നും ഞങ്ങളിവിടെ കണ്ടില്ല. ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ മെഡിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ എത്തിയ കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്റ്റെപ്പാണ്. ഞാൻ എടുത്തതൊരു മിൻറ്റ് ലെമണേഡാണ് കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു അപ്പറ്റൈസർ ഒക്ടോപ്പസിൻ്റെ എന്തോ ഒരു ഡിഷും പിന്നെ സ്ക്വിഡും ആണ് കേട്ടോ. ഇത് രണ്ടും കൊള്ളായിരുന്നു. പിന്നെ ഓൺട്രേക്ക് ഞാനൊരു പാസ്ത ഓർഡർ ചെയ്തു. ഷ്രിമ്പ് പാസ്തയല്ല, ഷ്രിമ്പ് റാവിയോളിയാണ് ഓർഡർ ചെയ്തത്. അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ക്രീമി റാവിയോലി. പിന്നെ എൻ്റെ കസിൻ സാൽമൺ, കാർത്തിക് ഒരു മെഡിറ്റേറിയൻ ചിക്കൻ ആൻഡ് റൈസ് എടുത്തു. മോന് വേണ്ടി ഞങ്ങൾ എന്താ പറയുക ഫലാഫിൽ അതാണ് എടുത്തത്. അവന് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എല്ലാം നല്ല ഫുഡായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഒരു ഐസ്ക്രീം ഷോപ്പിലാണ് കേട്ടോ. ഈ ഐസ്ക്രീം ഷോപ്പിൽ ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് അവിടെ കയറി ഒരു ഐസ്ക്രീം മേടിച്ചു. ഐസ്ക്രീം കുഴപ്പമില്ലായിരുന്നു. ഞാനൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഏതൊരു ഫ്ലേവറാണ് എടുത്തത് കേട്ടോ, ഓർമ്മയില്ല. ഈ ഫാന് കണ്ടോ, ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഓടുന്നതാട്ടോ. അവരെന്തോ ഒരു ത്രെഡോ നൂലോ വെച്ചിട്ടാണ് അതിങ്ങനെ കറങ്ങുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തൊരു ക്യാൻഡി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കുറേ ഗമ്മീസ്, വെറൈറ്റി ഓഫ് ഗമ്മീസ്, പിന്നെ ചോക്ലേറ്റ്സ്, അങ്ങനെ അവരുടെ എന്തൊക്കെയോ ഹോം മെയ്ഡ് ഐറ്റംസും കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മോന് വേണ്ടി കുറച്ച് ഞങ്ങൾ അസോർട്ടഡ് ആയിട്ട് ഗമ്മീസ് ഇവിടെ നിന്ന് മേടിച്ചു. അവർക്ക് ചോക്ലേറ്റ്, ഫഡ്ജ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കണ്ടോ. ഫഡ്ജ് എല്ലാം ഹോം മെയ്ഡാണ്. ചെറിയൊരു ബേക്കിംഗ് സെക്ഷൻ ഉണ്ട്, അവിടെയാണ് അവരെല്ലാം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അവരുടെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ഐറ്റംസാണ്. ഞങ്ങൾ അതൊന്നും എടുത്തില്ല കേട്ടോ, ബിക്കോസ് ഇതിനു മുന്നേ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് വേറൊരു ഷോപ്പിൽ നിന്ന്. അത്ര ഭയങ്കര അടിപൊളിയൊന്നുമല്ല, ഒരു നോർമൽ ചോക്ലേറ്റായി. ഞങ്ങൾ ഡൗൺ ടൗൺ ഗലീനയിൽ നിന്ന് നേരെ പോയത് ബലൂൺ ഫെസ്റ്റ് കാണാനാണ് കേട്ടോ. ഞങ്ങൾ അറൗണ്ട് ഒരു 5:30 അല്ല 7 PM ആയി ഇവിടെ എത്തിയപ്പം. 8:30 ഇവർക്ക് ഇവിടെ ഒരു ഫ്ലെയിം ഷോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അത് കാണാനാണ് ഈ ഒരു ടൈം അനുസരിച്ച് ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പാർക്കിംഗ് ലോട്ടൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ. ഇതും ഒരു നല്ലൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ എയർ ബലൂൺ ഫെസ്റ്റ് കാണാൻ വരുന്നത്. ഇവിടെ ഇപ്പം എയർ ബലൂൺ ഫെസ്റ്റിൻ്റെ റൈഡിന് പോവുകയാണെങ്കിൽ പെർ പേഴ്സൺ $250 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ കസിനും പിള്ളേരെയും കൊണ്ട് കുറച്ച് നേരം പ്ലേ ഏരിയയിലൊക്കെ പോയി കളിച്ചു. എല്ലാം ഫ്രീ ആണ് കേട്ടോ. ഈ ഒരു എയർ ബലൂൺ ഫെസ്റ്റ് തന്നെ ഫ്രീ ആണ്, കാശൊന്നും കൊടുക്കണ്ട. പക്ഷെ അകത്ത് ഫുഡും ഉണ്ട്, ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫുഡ് മേടിക്കുകയാണെങ്കിൽ $5 ടിക്കറ്റ് എടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് ഞങ്ങൾ ആ ഒരു ടിക്കറ്റ് എടുത്തില്ല. പിന്നെ ഇങ്ങനെ കാർ ഷോ, വിൻറ്റേജ് കാർസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ. പിന്നെ അതിൻ്റെ വേറൊരു സൈഡിൽ ഇങ്ങനെ ഒരു മ്യൂസിക് കോൺസേർട്ട്, ഒരു ബാൻഡ് വന്ന് പാടുന്നുണ്ടായിരുന്നു. അവിടെ കുറേ നേരം എൻ്റെ മോൻ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവൻ ഈ ഗിറ്റാർ എന്ന് പറയുന്നത് അവന് ഭയങ്കര ക്രേസാണ്. അതുകൊണ്ട് അവൻ കുറേ നേരം ആ മ്യൂസിക് ബാൻഡിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടിരുന്നു കേട്ടോ. അവൻ ഹാപ്പിയായി ഇത് കണ്ടപ്പോൾ. അവർ ഗിറ്റാർ വായിക്കുന്നതൊക്കെ കണ്ടിരുന്നപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഷാർപ്പ് 5:30 ആയപ്പോൾ തന്നെ ഫയർ ഷോ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ.
ഇച്ചിരിയും കൂടെ ഡാർക്കായിരുന്നെങ്കിൽ കാണാൻ നല്ല അടിപൊളി നല്ലൊരു വ്യൂ ആയിരുന്നു. ഇതിപ്പം ഇവിടെ സൺസെറ്റ് 9 PM ആയതുകൊണ്ട് 8:30 ആയിട്ട് പോലും കൊള്ളായിരുന്നു. ബട്ട് ഡാർക്കായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ലതായിരുന്നു. ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ്, ട്രാവൽ വ്ളോഗ്. ബൈ. പിന്നെ ഞാൻ മേടിച്ച ക്യാൻഡീസും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ മേടിച്ച ക്യാൻഡീസ്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാൻഡി ഒന്നും ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ആകെപ്പാടെ ആ ഒരു ഓറഞ്ച് നാരങ്ങ മുട്ടായിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു ക്യാൻഡി മാത്രമേ ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്തോ മരുന്നിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത്രയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് ഗമ്മീസാട്ടോ. പിന്നെ ഞങ്ങൾ ഇതുപോലത്തെ ഒരു ക്യാൻഡിയും കൂടെ മേടിച്ചു. ഇതും അത്ര കുഴപ്പമില്ലായിരുന്നു. ബൈ.